ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റംസാൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പേ ഞാൻ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുക, അത് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിൽ ആ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഞാനൊരു 10-11 കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ലോണം യൂസ്ഫുള്ളായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയിലും നമുക്ക് നല്ല യൂസ്ഫുള്ളായ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ കാര്യം മുളക് പൊടിക്കലാണ്. മുളക് പൊടിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏത് കറിയാണെങ്കിലും നോമ്പിനായാലും അല്ലാത്ത സമയമായാലും ഏത് കറി വെക്കുന്നുണ്ടെങ്കിലും മുളക് അരക്കുന്നതിന് പകരം പൊടിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യൽ. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറേ സമയം ലാഭിക്കാൻ പറ്റും. നല്ല യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അറിയാത്തവരാണെങ്കിൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് പൊടിക്കലെന്ന് വെച്ചാൽ 2 തരം മുളകില്ലേ, വലിയ മുളകും പിന്നെ ആ ചെറിയ മുളകും. അതിൽ വലിയ മുളക് ഒരു 3 കിലോ ആണ് എടുക്കുന്നത്. പിന്നെ ചെറിയ മുളക് 1 കിലോ. ടോട്ടൽ 4 കിലോ മുളകായില്ലേ. അപ്പോൾ അതേ അളവിൽ 4 കിലോ മല്ലി എടുക്കുക. ഇത് നന്നായിട്ട് ഒരു 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് ഇതുപോലെ വെയിലത്തിടണം കേട്ടോ. ഇപ്പോൾ ഇതാ മല്ലി വെയിലത്തിട്ടിട്ടുണ്ട്. അതുപോലെ മുളകും കഴുകിയിട്ട് ഇതുപോലെ വെയിലത്തിട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞളാണ് കേട്ടോ. ഇപ്പോൾ 4 കിലോ മല്ലിക്കും 4 കിലോ മുളകിനും 800 ഗ്രാംസ് മഞ്ഞൾ വേണം. മഞ്ഞൾ പൊടിയല്ല കേട്ടോ, മഞ്ഞൾ കണ്ടില്ലേ, ഇതുപോലത്തെ മഞ്ഞൾ കഴുകിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വെയിലത്തിടണം. 3 ദിവസം ഇതുപോലെ വെയിലത്തിട്ടിട്ട് നല്ല പോലെ ഉണക്കിയിട്ട് വേണം കേട്ടോ പൊടിക്കാൻ. എന്നാലേ നല്ല കറക്റ്റായിട്ട് നമുക്ക് മുളക് പൊടി കിട്ടും, കേടാവാണ്ട് മുളക് പൊടി കിട്ടും. മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. മൂന്നാമത്തെ ദിവസം ഇതുപോലെ നല്ല സൗണ്ടൊക്കെ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും മുളക് നല്ലോണം ആയിട്ടുണ്ടെന്ന്. അന്നേരം നമുക്ക് 200 ഗ്രാംസ് വലിയ ജീരകവും 200 ഗ്രാംസ് ചെറിയ ജീരകവും ഇല്ലേ, ഇത് രണ്ടും കൂടി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് രണ്ടും കൂടി ഒന്ന് ഇതുപോലെ എന്താ പറയുക, നമ്മൾ തടുപ്പാണെന്ന് പറയൽ, തടുപ്പയിലിട്ടിട്ട് ഇതിൻ്റെ കച്ചറയെല്ലാം ഒന്ന് കളയണം. അങ്ങനെ 2 ജീരകത്തിൻ്റെയും കച്ചറയെല്ലാം കളഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം രാവിലെ ഇല്ലേ ഇതുപോലെ മല്ലിൻ്റെ മേലേക്ക് ഈ ജീരകം വെതറി കൊടുത്താൽ മതി. ഒരു ദിവസത്തെ വെയിൽ കൊണ്ടാൽ മതി കേട്ടോ ജീരകത്തിന്. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് പൊടിക്കാൻ കൊടുക്കലാണ്. അപ്പോൾ മുളകും മല്ലിയും മഞ്ഞളും ജീരകമെല്ലാം കൂടി മില്ലിൽ പൊടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വെച്ചതാണ്. അങ്ങനെ പൊടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെയ്യണം കേട്ടോ. ഒരു പേപ്പർ വിരിച്ചിട്ട് മുളക് പൊടിയെല്ലാം കൂടി ഇതുപോലെ നിരത്തി വെക്കണം. അതിൻ്റെ ചൂടെല്ലാം തണിഞ്ഞ് കിട്ടുന്ന ഒരു 3-4 മണിക്കൂർ ഇതുപോലെ പേപ്പർ വിരിച്ച് നിരത്തി ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള മുളക് ഇതുപോലെ ഒരു കുഞ്ഞു ബക്കറ്റിൽ നമ്മൾ ഇട്ട് വെക്കലാണ്. ബാക്കി വരുന്ന മുളക് പൊടി ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് നല്ലോണം ടൈറ്റായിട്ട് വെക്കണം. എന്നാലേ അതിൻ്റെ സ്മെല്ലും കളറും എല്ലാം അതുപോലെ തന്നെ ഉണ്ടാവും. എത്ര ഒരു കൊല്ലം വേണമെങ്കിലും നമുക്കിത് യൂസ് ആക്കാൻ പറ്റും. ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൽ ടൈറ്റായിട്ട് വെച്ചാൽ ഒന്നും ആവില്ല കേട്ടോ, ഒരു കേടും പറ്റില്ല. നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ആ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് എടുത്തിട്ട് ആ കുഞ്ഞു ബക്കറ്റിലിട്ടിട്ട് യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം തേങ്ങയുടെ പണിയാണ് കേട്ടോ. നമ്മൾ നോമ്പിനെല്ലാം എന്തായാലും കുറേ തേങ്ങ യൂസ് ആക്കും കറിക്ക് വേണ്ടിയിട്ട്. തേങ്ങ കറി വെക്കാനും അതുപോലെ വറുത്തരച്ച കറി വെക്കാനെല്ലാം ആയിട്ട് കുറേ തേങ്ങ വേണ്ടി വരില്ലേ. അപ്പോൾ ഓൾറെഡി തേങ്ങ ചിരകി വെക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തേങ്ങ വറുത്ത് വെക്കലാന്ന് കേട്ടോ, അരക്കുന്നില്ല, വറുത്ത് വെക്കലാന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഫ്രൈ പാൻ നല്ല ചൂടായി വരുമ്പം അതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ 2 കപ്പ് തേങ്ങ എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര തേങ്ങയാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു അളവിന് നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഒരു 4 ഏലക്ക തൊലി കളയാണ്ട് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 2 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് തേങ്ങക്ക് 2 ടീസ്പൂൺ വലിയ ജീരകം വന്നിട്ട് എടുക്കുന്നത്. പിന്നെ വേണ്ടത് കുരുമുളക്, 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിച്ചതല്ല കേട്ടോ, ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി നല്ല ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് സോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ഇതാ തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്ത് വെച്ചാലും മതി. പക്ഷേ നമ്മളിത് യൂസ് ആക്കുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് തൊടല്ല കേട്ടോ, തേങ്ങയുകൊണ്ട് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ യൂസ് ആക്കുമ്പം നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ വേണം എടുത്ത് വെക്കാനായിട്ട്. നമ്മൾ തേങ്ങാക്കറി ഉണ്ടാക്കുമ്പോഴും ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂണെല്ലാം എടുത്തിട്ട് തേങ്ങയുടെ കൂടെ അരച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും കറിക്കെല്ലാം. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് തേങ്ങ നല്ലോണം തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനൊരു ഡ്രൈ ആയ സ്പൂണിൽ ഒരു ഡ്രൈ ആയ വെള്ളമൊട്ടും ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് ഇത് എടുത്തു വെക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു വെച്ചാൽ നോമ്പിന് നല്ല യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് കുറേ ഈ തേങ്ങ വറുക്കാനുള്ള കുറേ സമയം വേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ചെയ്തു വെച്ചാൽ നമുക്ക് കുറേ സമയം ലാഭിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത കാര്യം ഇതാ വലിയ ജീരകമാണ് കേട്ടോ. വലിയ ജീരകം വറുത്ത് പൊടിച്ച് വെക്കലാണ്. നമ്മൾ സ്നാക്സിനായാലും കറിക്കായാലും എല്ലാം വലിയ ജീരകം യൂസ് ആക്കുന്നുണ്ടല്ലോ. വലിയ ജീരകം അങ്ങനെ യൂസ് ആക്കുന്നതിനേക്കാളും വറുത്ത് പൊടിച്ചാൽ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ആയിരിക്കും കറിക്ക്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നോമ്പിന് ഇതൊക്കെ ചെയ്യുമ്പം നമുക്ക് കുറേ സമയം അതിന് വേണ്ടിയിട്ട് തന്നെ ചിലവാക്കേണ്ടി വരും. ഇതുപോലെല്ലാം നമ്മൾ ചെയ്തു വെച്ചാൽ, ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ നമുക്ക് കുറേ ടൈം ലാഭിക്കാൻ പറ്റും. അപ്പോൾ വലിയ ജീരകം ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ കണക്കിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഈ വലിയ ജീരകം ഇതാ നല്ല ബ്രൗൺ അല്ല, ഒരു ഗോൾഡൻ കളറായി മാറുമ്പം നല്ല ഇങ്ങനെ പൊട്ടി പൊട്ടി വരുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഇത് തണിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഇത് പൊടിച്ചെടുത്താൽ മതി. നല്ല ഫൈൻ പൗഡറായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറിയ തരിപ്പുണ്ടെങ്കിൽ ആ ഒരു ഇത് കിട്ടും. അപ്പോൾ ചെറിയ തരിപ്പോട് കൂടിയാണ് കേട്ടോ ഇത് പൗഡറാക്കി എടുക്കുന്നത്. ഈ ഒരു പൗഡറായി കിട്ടുമ്പോൾ നമുക്ക് ഇത് ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ അടുത്ത കാര്യം കുരുമുളകില്ലേ, ഇടി കുരുമുളക് അത് വറുത്ത് പൊടിക്കലാണ്. നമ്മൾ സാധാരണ ഷോപ്പിൽ കിട്ടുന്ന കുരുമുളക് പൊടിയായാലും ജീരകത്തിൻ്റെ പൊടിയായാലും ഒരു സ്മെല്ലും ടേസ്റ്റും എല്ലാം വ്യത്യാസമായിരിക്കും. നല്ല ടേസ്റ്റും സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഫ്രഷ് ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്താൽ ആ ഒരു ഫ്ലേവറെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ട് തന്നെ ചെയ്താൽ നല്ല ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമ്മൾ യൂസ് ആക്കുന്ന എത്രത്തോളം നല്ല മണവും നല്ല ടേസ്റ്റും എല്ലായിരിക്കും. അങ്ങനെ കുരുമുളക് വറുത്ത് കഴിഞ്ഞിട്ട് ഇത് തണിഞ്ഞിട്ട് വേണം കേട്ടോ ഇതും പൊടിച്ച് വെക്കാൻ. അപ്പോൾ ഞാനൊരു മിക്സി ജാറിലേക്ക് ഇടുന്നുണ്ട്. നല്ല ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. നല്ല ഫൈൻ പൗഡറായിട്ട് വേണമെങ്കിൽ അതുപോലെയും ചെയ്യാം, അല്ല ക്രഷ് ചെയ്തിട്ട് യൂസ് ആക്കുന്നവരാണെങ്കിൽ അതുപോലെയും ചെയ്യാം. നമുക്ക് ബീഫ് കറിക്കല്ലാന്നെങ്കിൽ ക്രഷ് ചെയ്ത കുരുമുളക് നല്ല ടേസ്റ്റാണ്. കറിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് കുരുമുളക് പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കുരുമുളക് ഓൾറെഡി പൊടിച്ചതുണ്ടായിരുന്നു. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് തന്നെ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി അടുത്ത കാര്യം അതേപോലെ തന്നെ ജീരകം പൊടിച്ച് വെക്കലാണ്. ചെറിയ ജീരകമില്ലേ അത് ഇതേപോലെ തന്നെ വറുത്ത് പൊടിച്ച് വെക്കലാണ്. ജീരകവും നമ്മൾ കുറേ കറിക്കും പിന്നെ മാരിനേറ്റ് ചിക്കനോ ഫിഷോ എന്തായാലും മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കലുണ്ട്. പിന്നെ ജീരക വെള്ളം നമുക്ക് നോമ്പിനെല്ലാം ഗ്യാസ്ട്രിക് പ്രോബ്ലം എല്ലാം വരുന്നവരില്ലേ, അവർക്കെല്ലാം ജീരക വെള്ളമെല്ലാം ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ അതുപോലെല്ലാം കുടിക്കാൻ വേണ്ടിയിട്ടെല്ലാം നമുക്ക് ജീരകപ്പൊടി ഭയങ്കര ആവശ്യമായിരിക്കും. അപ്പോൾ ആ സമയത്ത് ജീരകം വറുത്ത് പൊടിച്ച് വെച്ചാൽ നമുക്ക് നല്ല സമയം ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ജീരകം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇതും കൂടി നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കലാണ്. ഇങ്ങനെ പൊടികളെല്ലാം സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ വെള്ളമൊട്ടും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. എന്തായാലും പെട്ടെന്ന് കേടായി പോകും. വെള്ളമൊന്നും ഇല്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസുമായി ഇൻഷാല്ല വീണ്ടും വരാം. പിന്നെ ഞാൻ ഇഫ്താർ സ്നാക്സ് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കലില്ല കേട്ടോ. അതെന്തായാലും ഫ്രഷ് ആയിട്ട് ചെയ്യുമ്പോഴല്ലേ ഒരു ടേസ്റ്റ് എല്ലാം കിട്ടൽ. അത് സ്റ്റോർ ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കുമ്പം ആ ഒരു ഫ്രഷ്നെസ് എന്തായാലും കിട്ടൂല. ഇൻഷാല്ല പുതിയ റെസിപ്പീസും വ്ളോഗ്സുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.